അഭിഷേകം ഒരുവന്റെ മേൽ വെളിപ്പെടുന്നത് എന്തിനാ? ദൈവിക ദൗത്യത്തിന് വേണ്ടിയുള്ള നിയോഗം ഒരുവന്റെ മേൽ വെളിപ്പെടുന്നത് എന്തിനാ? 1, എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ. 2, ഹൃദയം തകർന്നവരെ മുറുകെട്ടുവാൻ. 3, തടവുകാർക്ക് വിടുതലറിയിപ്പാൻ. 4, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം വരുത്തുവാൻ. 5, അറിയിപ്പാൻ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്യുവാൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ. ആരാ എളിയവരെന്ന് പറഞ്ഞാൽ? ആരാ? ദൈവത്തിൻ്റെ എളിയവരാരാ? മനസ്സ് തകർന്നവർ ദൈവത്തിൻ്റെ എളിയവരാ. ആത്മീയമായി ദരിദ്രരായവർ ദരിദ്രരാ. ആശയറ്റവരായവർ ആമേൻ ദരിദ്രരാ. പ്രൈസ് ദി ലോർഡ്. എളിയവരോട് ഘോഷിക്കുവാൻ ഒരു സദ്വർത്തമാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനസ്സ് തകർന്നവനോട് പറയാൻ ഒരു സദ്വർത്തമാനമുണ്ട്. ആര് നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. ആര് നിന്നെ തള്ളിക്കളഞ്ഞാലും മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല അപ്പനുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആത്മീയമായി ദരിദ്രരായവരോട് പറയുവാൻ ഒരു സദ്വർത്തമാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സഹോദരി, യേശു നിന്നെ സ്നേഹിക്കുന്നു. നീ അവൻ്റെ പൈതലായി തീർന്നാൽ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ കുട്ടിക്ക് ഒരു തലവേദന വന്നാൽ നമ്മൾ ഉണരും. ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ഇടപെടും. അയൽവക്കത്തെ കുട്ടിയുടെ കണ്ടാലും ഇടപെടാൻ ഒരു പരിധിയുണ്ട്. എന്നതുപോലെ ദൈവ ഭവനത്തിൻ്റെ അംഗങ്ങളാകുമ്പോൾ ഈ ഭവനത്തിനൊരു ഉടയവനുണ്ട്. ആമേൻ. ദൈവ ഭവനത്തിൻ്റെ അംഗങ്ങൾ ആകുമ്പോൾ അവർക്കൊരു പ്രശ്നം വന്നാൽ പ്രതികരിക്കുന്ന ഒരു നല്ല ഉടയവനുണ്ടെന്ന് തിരിച്ചറിയുക. എന്ന് വെച്ചാൽ ദൈവ ഭവനത്തിൻ്റെ അംഗങ്ങളാകുമ്പോൾ വചനം പറയുന്നു, ക്രിസ്തുവിനൊപ്പം ഞാൻ നിങ്ങൾ കൂട്ടവകാശികളാ. ആമേൻ. ദൈവ ഭവനത്തിൻ്റെ അംഗങ്ങളാകുമ്പോൾ എൻ്റെ വിഷയവും നിന്റെ വിഷയത്തിൻ്റെ മുമ്പിൽ മൗനമായിരിക്കത്തില്ല. അവൻ എഴുന്നേൽക്കുവാനിടയാകും. അവൻ ശാസിക്കേണ്ടതിനെ ശാസിക്കും, ചേർത്തു പിടിക്കേണ്ടതിനെ അവൻ ചേർത്തു പിടിക്കും.